ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നാസിൽ നിസ വ്ലോഗ്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചാനലിലൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് കോട്ടക്കൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ. ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നു കേട്ടോ ഇതിൻ്റെ ഹോം ടൂറ്. അപ്പോൾ ഈ വീഡിയോ കുറേ ആയിട്ട് എടുത്ത് വെച്ചിട്ട് അന്ന് തന്നെ താമസിച്ച ഉടനെ തന്നെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഒരു ബ്രേക്ക് എടുത്ത് അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനും കുഴപ്പമൊന്നുമില്ലാത്ത മുറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട് വരുന്നത്. ഒരു കുഞ്ഞ് സിറ്റ് ഔട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് വൈകുന്നേരം തന്നെ ഉണ്ടാക്കി ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ പറ്റിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. നമ്മൾ ചെറിയ ഫാമിലിക്ക് പാകമായ ഒരു സിറ്റ് ഔട്ടാണ്. ഇതാണ് കേട്ടോ നമ്മൾ മെയിൻ ഡോറ് വരുന്നത്. അപ്പോൾ മെയിൻ ഡോറ് തുറന്നാൽ നേരെ വരുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാൾ ഇതാ അത്യാവശ്യം ഇത്ര ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അതാ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ടേബിളും അതേമാതിരി ടേബിളിലേക്കുള്ള ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു സൈഡിലായിട്ട് കേട്ടോ. പിന്നെ ആ ഒരു സൈഡിൽ തന്നെ ഇതിൻ്റെ വാഷ് ബേസ് വരുന്നുണ്ട് കേട്ടോ. വാഷ് ബേസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ചുമരിലൊക്കെ നാച്ചൂസിൻ്റെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ബർത്ത്ഡേക്ക് വേണ്ടി ഒട്ടിച്ചത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പറിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോളിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോളിൽ വരുന്ന 2 റൂമാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് റൂം വരുന്നത് ഇതാണ്. ഈ റൂമിൽ മെയിനായിട്ട് നാച്ചൂസിൻ്റെ റൂമാണ്. അവൻ്റെ ടോയ്സ് കാര്യങ്ങൾ ഇതങ്ങ് ഒഴിച്ചിട്ടതാണ് കേട്ടോ ഞങ്ങൾ റൂം. കാരണം അവന് കളിക്കാനും അവൻ്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടതാണ് കേട്ടോ ഈ ഒരു റൂം. വേറെ ടേബിൾ കാര്യങ്ങളൊന്നും ഇടാതെ. അപ്പോൾ ഇതാ അവിടെ ഓൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതിലേക്ക് ഇനിയും ടോയ്സും വന്നിട്ടുണ്ട്. അതേപോലെ ഒരു സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഈ റൂമിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുമ്പ് താമസിച്ച് ഉടനെ എടുത്ത വീഡിയോ ആയിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ റൂം ഫില്ലായിട്ടുണ്ട്. അവൻ്റെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ റൂം. അപ്പോൾ അതാ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഹോള്. പിന്നെ ഹോളിലൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ കോമൺ ബാത്റൂം. ഇത് സാധാ ക്ലോസറ്റൊക്കെ ആയിട്ട് വരുന്നൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയും വലിപ്പമൊക്കെ ഉള്ളൊരു ബാത്റൂമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതാണ് നമ്മൾ സെക്കൻഡ് റൂം വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൂം ഇതാ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂമും അത്യാവശ്യം വലിപ്പമുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും വരുന്നുണ്ട് നമുക്ക് ബാത്റൂം. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വില്ലയിൽ ഫസ്റ്റായിട്ട് താമസിക്കുന്നത് ഞങ്ങളാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല നീറ്റിൽ തന്നെ പണി കഴിപ്പിച്ചൊരു വില്ലാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു ഫാമിലി സിംഗിൾ ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയൊരു വില്ലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ റൂമിൻ്റെ ലുക്ക് വരുന്നത്. ഇവിടെ ഇതാക്കണ ഒരു വാൾഡ്രോബും ഉണ്ട് കേട്ടോ ചുമരിൽ നമുക്ക്. പിന്നെ ഇതാ നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്നവിടെ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കൽ. അപ്പം പിന്നെ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രിഡ്ജ്, മിക്സി, പിന്നെ നമ്മളെ പൊടികൾ കാര്യങ്ങൾ, പിന്നെ എക്സ്ട്രാ വരുന്ന പാത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ എല്ലാം വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഈ റാക്കിനൊന്നും ഡോറില്ല കേട്ടോ. ഈ ഡോറും കൂടി ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായി കേട്ടോ. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വില്ല. ഇവിടെ അതാ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. എല്ലാം ഒതുക്കി പെറുക്കി നമുക്ക് വെക്കാൻ. പിന്നെ ഇവിടെ അതാ ചെറിയൊരു ഷോക്കേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഷോക്കേസിലാണ് നമ്മൾ കപ്പ്, ഗ്ലാസ്സുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ റാക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ എക്സ്ട്രാ സാധനങ്ങൾ ഇടണമെങ്കിൽ റാക്കും വരുന്നുണ്ട് കേട്ടോ ഈ റൂമിൽ. പിന്നെ ഇതാ ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. അപ്പോൾ ഈ വർക്ക് ഏരിയയിലാണ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അടുപ്പില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഗ്യാസാണ്, പിന്നെ അടുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാ ഇവിടെ ഗ്യാസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ വെക്കുന്നത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാകുമ്പോൾ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് അതിൻ്റെ നേരെ താഴെ തന്നെയാണ് കേട്ടോ സിങ്ക്. അപ്പം വെള്ളമൊന്നും പുറത്തേക്കൊന്നും ആകുന്ന പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ നീറ്റിൽ കൊണ്ടെടുക്കാൻ പറ്റിയൊരു കിച്ചണുമാണ് കേട്ടോ. പിന്നെ അത് ഇവിടെ തന്നെയാണ് നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ റേക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. സുഖമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പിലാണ് കേട്ടോ ഈ വർക്ക് ഏരിയയും വരുന്നത്. പിന്നെ ഇതാ പുറത്തേക്ക് പോകുമ്പോൾ വർക്ക് ഏരിയൻ്റെ പുറത്തേക്ക് വന്നാൽ
ഈ ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിൽ സീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയാണ് കേട്ടോ. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമുണ്ട്, അതേമാതിരി അലക്കുന്ന കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴക്കാലത്തൊന്നും പേടിക്കാണ്ട് അലക്കിയിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അയൽ കെട്ടിയാൽ നമുക്ക് സുഖമായിട്ട് അലക്കിടാനും എല്ലാ സൗകര്യമുണ്ട്. പിന്നെ പാർട്ടീഷനും ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തുള്ള വില്ലയിൽ നിന്ന് ഇവിടേക്ക് കാണുക ബുദ്ധിമുട്ട് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ബേക്കിലൂടെ എൻട്രൻസ് ഇല്ല പുറത്തേക്ക്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകണം, ബേക്കിൽ കൂടെ എൻട്രൻസ് ഇല്ല കേട്ടോ. അത് നല്ലൊരു സൗകര്യമാണ്. നമുക്ക് ഒറ്റക്കൊക്കെ നിൽക്കുമ്പോൾ പേടിക്കാനില്ല, ബേക്ക് സേഫാണ്. കാരണം ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ എൻട്രൻസ് ഉള്ളൂ, അപ്പം ബേക്കിലൂടെ എൻട്രൻസ് ഇല്ല. പിന്നെ ആണെങ്കിൽ നല്ല ഹൈറ്റിലാണ് മതിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളതായ പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഒരു 3 ഒരുമിച്ചാണെങ്കിലും അതിൻ്റെതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു വില്ല സെറ്റാക്കിയത് തന്നെ. പിന്നെ അത് ആ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പൊസിഷൻ വരുന്നത്, ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മോട്ടർ ഇടുമ്പോൾ നമ്മൾ 3 വില്ലയിലേക്കും കൂടാണ് കേട്ടോ. ഒരൊറ്റ മോട്ടറിൽ നിന്നാണ്, പക്ഷെ 3 കണക്ഷൻ കറണ്ട് ബില്ലൊക്കെ വേറെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 നീക്കിയിട്ട് ഈ വാൾവ് അങ്ങ് തിരിച്ചാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ അവിടെ തന്നെ സ്വിച്ച് ഇട്ടാൽ മതി. ഇതാണ് കേട്ടോ മുകളിൽ നിന്ന് കാണുന്ന ലുക്ക്, ഈ വില്ലൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ലുക്ക്. 3 വില്ലക്കും 3ആയിട്ട് മുറ്റം പാർട്ടീഷൻ ചെയ്തതാണ്. അതേമാതിരി എല്ലാ ഭാഗങ്ങളും പാർട്ടീഷൻ ചെയ്ത് നല്ല വൃത്തിയിൽ നല്ല നീറ്റിലാണ് കേട്ടോ അവരിത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ വില്ലൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ്, അതേമാതിരി അടിപൊളി പ്ലേസുമാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസും നല്ല അറ്റ്മോസ്ഫിയറും അതേമാതിരി നല്ല ആളുകളൊക്കെ ഉള്ള ഏരിയയിലാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. ഏതായാലും നല്ല അടിപൊളി ആംബിയൻസാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് വൈകിട്ട് കയറിയില്ല. അപ്പം ഞാൻ ചൂസിൻ്റെ മെയിൻ പരിപാടി വൈകിട്ടായാൽ ഇതിൻ്റെ മുകളിൽ കയറണം കേട്ടോ. എനിക്ക് എൻ്റെ സൈക്കിളോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് മുകളിൽ വരും, എന്നിട്ട് കളിക്കോട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം. ഇതാണ് ഞങ്ങളെ വില്ലൻ്റെ ഫ്രണ്ട് മുറ്റം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ, നമുക്ക് വണ്ടി കയറ്റാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ. ഈ റോഡ് താഴേക്ക് പോയ നേരെ രണ്ടത്താനി റോഡിലേക്കാണ് കേട്ടോ ഈ താഴെ ഭാഗം റോഡ് പോകുന്നത്. അതേമാതിരി മുകളിലേക്ക് പോകുന്ന വട്ടപ്പറമ്പ്, തൊട്ടടുത്ത് തന്നെ സ്കൂള്, വട്ടപ്പറമ്പ് സ്കൂള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ റോഡിൻ്റെ മെയിന് കുറച്ചൊന്നിതാ ഈ റോഡങ്ങ് കയറിയാൽ നാച്ചു നിൽക്കുന്ന അവിടെയാണ് കേട്ടോ ഞങ്ങളെ വില്ല വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.